ശ്രീത് പണിക്കർ, ഇത് ഇത് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്ന ഈ മതേതരത്വത്തിന് ഹാനി സംഭവിക്കുന്ന ഒന്നാണ്, അതുകൊണ്ട് ആദ്യ 2 ഖണ്ഡികൾ മതി എന്ന് സർവ്വസമ്മതത്തോടെ എടുത്ത തീരുമാനത്തെ അട്ടിമറിക്കുന്ന ഒന്നുകൂടിയായി മാറുകയല്ലേ? വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. കാരണം അത് സർവ്വസമ്മതത്തോടു കൂടി എടുത്തത് എന്നുള്ളത് ചരിത്രപരമായി ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മളിതിൽ ആദ്യം ചരിത്രപരമായി ആലോചിക്കേണ്ടത് 1950 വന്ദേ മാതരത്തിന് നാഷണൽ സോങ് അഥവാ ദേശീയ ഗീതം എന്നുള്ള ഒരു സ്റ്റാറ്റസ് കൊടുക്കുമ്പോൾ അന്ന് പ്രസിഡന്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും ജനഗണമന എന്ന ദേശീയ ഗാനത്തിന് തുല്യമായിട്ടുള്ള സ്ഥാനമായിരിക്കും വന്ദേ മാതരത്തിന് നൽകുക എന്നാണ്. അതായത് 2 സോങ്ങുകൾക്കും രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരേ തരത്തിലുള്ള സ്റ്റാറ്റസ് ആയിരിക്കും എന്നാണ്. പക്ഷെ പിന്നീട് 1970കളിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഓണേഴ്സ് ആക്ട് കൊണ്ടുവരുന്ന സമയത്ത് അതിൽ നിന്ന് ഈ വന്ദേ മാതരത്തിനെ ഒഴിവാക്കി എന്നുള്ളതാണ്. അതായത് അതിനെ ഉൾപ്പെടുത്തിയില്ല. പകരം അതിൽ ജനഗണമന ഉൾപ്പെടുത്തി, പിന്നീട് പതാക ഉൾപ്പെടുത്തി, അതേപോലെ തന്നെ ഭരണഘടന ഉൾപ്പെടുത്തി. അത് ഉൾപ്പെടുത്തുന്നതിനുള്ള കാരണവും എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പിന്നെ ഇത് ഏകപക്ഷീയമായിട്ടുള്ള അല്ലെങ്കിൽ യൂണിലാറ്റർ സർവ്വസമ്മതത്തോടു കൂടിയിട്ടുള്ള ഒരു തീരുമാനമല്ലായിരുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം അന്നുണ്ടായിരുന്ന മുസ്ലിങ്ങൾ തന്നെ, പ്രധാനപ്പെട്ട ദേശീയ രാഷ്ട്രീയത്തിലുള്ള മുസ്ലിങ്ങൾ തന്നെ ഈ ജിന്നയുടെ വാദത്തിനെ എതിർത്തതാണ്. അതായത് 1896 ആദ്യമായിട്ട് വന്ദേമാതരം ആലപിച്ചതിന് ശേഷം 40 വർഷം തുടർച്ചയായിട്ട് കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിൽ വന്ദേമാതരത്തിന്റെ 6 സ്റ്റാൻസയും പൂർണ്ണമായിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും പാടിയിരുന്നു. അപ്പം അന്ന് റാഫി അഹമ്മദ് കിദ്വായി ഉണ്ട്. റാഫി അഹമ്മദ് കിദ്വായി 1937 കോൺഗ്രസ് ഇതേപോലെ 2 സ്റ്റാൻസ മാത്രമായിട്ട് ഇതിനെ പരിമിതപ്പെടുത്താം എന്ന് തീരുമാനമെടുത്തതിന് ശേഷം അദ്ദേഹം അന്നൊരു പത്രസമ്മേളനം നടത്തി. റാഫി അഹമ്മദ് കിദ്വായി നടത്തിയിരുന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ജിന്നയുടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഒരു സബ്റ്റർഫ്യൂജ് ആണ് എന്നാണ് പറഞ്ഞത്. അതായത് വെറും ഒരു തട്ടിപ്പ് മാത്രമാണ്, അതല്ലാതെ അതിൽ യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. അത് മതപരമായിട്ടുള്ള ഒരു ആവശ്യമല്ല, മറ്റേതെങ്കിലും തരത്തിൽ അതിനെ ന്യായീകരിക്കാൻ പറ്റുന്ന ഒരാവശ്യമല്ല എന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മതവിശ്വാസത്തിനെ കുറിച്ചൊന്നും നമ്മൾ ചോദ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ബീഹാർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായിരുന്ന ഡോക്ടർ സയ്യദ് മെഹമൂദ്, അദ്ദേഹം അതേപോലെ തന്നെ ബംഗാളിലെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ വിദഗ്ധനായിട്ടുള്ള റേസ ഉൽ കരീം, ഈ ആൾക്കാരെല്ലാവരും തന്നെ ജിന്നയുടെ വാദത്തിനെ എതിർത്തിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനർത്ഥം അന്നുണ്ടായിരുന്ന മുസ്ലിങ്ങൾ, അതായത് ഈ പത്രസമ്മേളനത്തിൽ നിന്ന് ഈ കിദ്വായി ഒക്കെ പറഞ്ഞത് തന്നെ 40 വർഷമായിട്ട് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുമിച്ച് പാടുന്നതിന് പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ, ജിന്നയ്ക്ക് തന്നെ പാടുന്നതിന് കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, കോൺഗ്രസിന്റെ ഈ സമ്മേളനങ്ങളിലെല്ലാം ജിന്ന പങ്കെടുത്തിരുന്നതല്ലേ, അപ്പോഴില്ലാത്ത വാദം ഇപ്പോൾ എന്തുകൊണ്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പിന്നെ തുടക്കത്തിൽ ശ്രീ വേണുഗോപാൽ പറഞ്ഞതുപോലെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ബാരിസാൾ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ തന്നെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ച് ആയിരക്കണക്കിന് ആൾക്കാർ തെരുവിലേക്ക് വന്നിട്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഈ ഗാനം പാടുന്നത്. അപ്പോൾ പിന്നീട് വന്നിരിക്കുന്ന ഒരു പ്രശ്നം, നേരത്തെ ഈ കോൺഗ്രസ് എന്തുകൊണ്ടാണ് 1937 ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് നെഹ്റുവും ഗാന്ധിയും ബോസും ഒക്കെ കൂടി തീരുമാനിച്ചത് എന്ന് വെച്ചാൽ, അന്ന് മുസ്ലിം ലീഗിനെ എങ്ങനെയെങ്കിലും ഈ ഒരു പക്ഷത്ത് നിർത്തുക എന്നുള്ള ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതല്ലാതെ പൂർണ്ണമായിട്ടും മതപരമായിട്ടുള്ള ഒരു കാര്യത്തിനെ ആവശ്യത്തിനെ മുൻനിർത്തി കണ്ടതുകൊണ്ട് ഈ 40 വർഷം എന്തുകൊണ്ട് നിങ്ങൾ പാടി, ഇപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുന്നു, നേരത്തെ ഉന്നയിക്കാഞ്ഞത് എന്താണ് എന്നുള്ള ലോജിക്കലായിട്ടുള്ള ചോദ്യം അവിടെ ഒഴിവാക്കിയതല്ല, മറിച്ച് അന്നുണ്ടായിരുന്നത് ഒരു സെറ്റിൽമെന്റ് ആണ്. അതായത് ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് മുഹമ്മദ് അലി ജിന്നയുടെ മുസ്ലിം ലീഗ് അന്ന് പലതരത്തിലുള്ള വ്യത്യസ്തമായ വാദങ്ങൾ കൊണ്ടുവന്നിരുന്നു. അത് വന്നിരുന്ന സമയത്തും ഇവരെ ഒന്നിച്ച് തന്നെയാണ് കൊണ്ടുപോകേണ്ടത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് കോൺഗ്രസ് ചെയ്തിരുന്ന ഒരു വിട്ടുവീഴ്ച മാത്രമായിരുന്നു അത്. അതല്ലാതെ അതൊരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിലല്ല. അതെല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ അതിന് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് കിദ്വായി അതേ സമയത്ത് തന്നെ പബ്ലിക്കായിട്ട് പത്രസമ്മേളനം നടത്തി ജിന്നയെ തള്ളുന്നത്. അപ്പോൾ അതിനർത്ഥം നമ്മുടെ രാജ്യത്തിന്റെ പൂർണ്ണമായിട്ടും ദേശീയ ഗാനത്തിന് തുല്യമായിട്ടുള്ള സ്റ്റാറ്റസ് എല്ലാ രീതിയിലും അക്കോർഡ് ചെയ്യപ്പെടും എന്ന് പറയപ്പെട്ടിരിക്കുന്ന ഒരു ഗാനത്തിന് അതിന് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നില്ല. മറ്റേ ഗാനത്തിന് അത് പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നപ്പോൾ ഇതിനത് കൊടുത്തിരുന്നില്ല. ഇവിടെ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, ഇത് പാടിയില്ല എങ്കിൽ തലവെട്ടും എന്ന രീതിയിലത്തേക്കുള്ള സംവിധാനമൊന്നുമില്ല. അത് നമുക്ക് ഏതൊരു ഗാനവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ആൾക്കാരുടെ അത് എക്സസൈസ് ചെയ്യുന്നതിനുള്ള ഒരു ഫ്രീഡത്തിനെ കോടതികൾ തന്നെ ബഹുമാനിക്കുന്നതാണ്. നേരത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്ന യഹോവ സാക്ഷികളുടെ കാര്യത്തിലുള്ളതുപോലെ ഇവിടെ ഈ വന്നിരിക്കുന്ന ഇപ്പോൾ അമെൻഡിന്റെ ഈ കൊണ്ടുവന്നിരിക്കുന്ന നിയമത്തിന്റെ ബില്ലിന്റെ ഫൈൻ പ്രിന്റ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ഗാനത്തിനോട് ഇൻസൾട്ട് കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് അത് പാടുന്ന സമയത്ത് നമ്മൾ പാടണം എന്ന് നിർബന്ധമില്ല, പക്ഷെ എണീറ്റ് നിന്ന് അതിനെ ബഹുമാനിക്കണം. അത് യഹോവ സാക്ഷികളുടെ കേസിലും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. എണീറ്റ് നിന്ന് ബഹുമാനിക്കണം എന്നുള്ളതാണ്, നിങ്ങൾ പാടണമെന്നില്ല.
നിർബന്ധമായിട്ട് ഒരാളുടെയും പാടാനായിട്ട് പറ്റില്ല, അതേപോലെ തന്നെ പാടിയില്ല എങ്കിൽ ഫൈൻ അടിക്കാനും പറ്റില്ല. ഇങ്ങനെയാണ്. ഇതിനെ ഇൻസൾട്ട് ചെയ്യരുത്, ഗാനത്തിനെ തടസ്സപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്സസീവ് ആയിട്ടുള്ള ഒരു ഡിമാൻഡാണോ? ദേശീയ ഗാനം എന്ന് പറയുന്ന 1950 ഈക്വൽ സ്റ്റാറ്റസ് കൊടുത്തിരിക്കുന്ന ദേശീയ ഗാനത്തിന് തുല്യമായിട്ടുള്ള ദേശീയ ഗീതം ആലപിക്കുന്ന പക്ഷേ ശ്രീ ശ്രീജിത്ത് പണിക്കർ നിർബന്ധിതമായിട്ട് വരില്ലേ? ഇപ്പോൾ എല്ലാവരും, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ആലപിക്കേണ്ടി വരും എന്ന് വരില്ലേ എന്നുള്ളതാണ്. കാരണം ഇത് ഇൻസൾട്ട് ചെയ്തു എന്ന ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമല്ലോ, എളുപ്പമാണല്ലോ അത്. അല്ല, സിംഗിങ് നിർബന്ധമാക്കിയിരിക്കുന്നത് നിലവിൽ എവിടെയാണ്? നിലവിൽ അത് രാഷ്ട്രപതിയുടെ ചടങ്ങുകളിലും ഗവർണറുടെ ചടങ്ങുകളിലും മാത്രമാണ് ഇത് നിർബന്ധമാക്കിയിരിക്കുന്നത്. ഇപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തിൽ ശ്രീ വി ഡി സതീശന്റെ സർക്കാർ അധികാരത്തിൽ ഏൽക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അത് ആലപിച്ചത് എന്ന് ചോദിച്ചാൽ, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഗവർണറാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഗവർണറുടെ പ്രോട്ടോക്കോളാണ് പാലിക്കുന്നത്. ഗവർണറുടെ പ്രോട്ടോക്കോൾ ഉള്ളത് കൊണ്ട് അതുള്ള എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ ചെയ്തു. അപ്പൊ എന്തുകൊണ്ടാണ് ബംഗാളിൽ ഇത് പാടാഞ്ഞത് എന്ന് ചോദിച്ചാൽ, അവിടെ പ്രസന്റ് ആയിരുന്ന ഒരാൾ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അതിന്റെ ഓർഡർ നോക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിയുടെ പ്രോട്ടോകോളാണ് ഇവിടെ പാലിക്കേണ്ടതെന്നുകൊണ്ടാണ്. അതായത് പ്രധാനമന്ത്രി മറ്റൊരു രാഷ്ട്രീയ കാര്യം കൂടി ഉണ്ടല്ലോ ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഇത് ആലപിച്ചില്ലെങ്കിൽ അവർ ദേശസ്നേഹികളല്ല എന്നുള്ള ആ ഒരു നറേറ്റീവിലേക്ക് വരും. ഇല്ല, അങ്ങനെയൊന്നുമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ ചടങ്ങിൽ നിർബന്ധമാക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന, പ്രത്യേക തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന രണ്ട് പൊസിഷൻസേ നമ്മുടെ രാജ്യത്തുള്ളൂ. അതൊന്ന് ഗവർണറും മറ്റൊന്ന് രാഷ്ട്രപതി അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയാണ്. അപ്പോൾ അവരുൾപ്പെടുന്ന ചടങ്ങുകളിൽ അവരുടെ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് മാത്രമേ ഇതിനെ നിർബന്ധിതമായിട്ട് പാടണം എന്ന് പറയുന്നുള്ളൂ. അതല്ലാതെ പ്രധാനമന്ത്രിയുടെ ചടങ്ങിന് പോലും അത് നിർബന്ധമല്ല. എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി ഒരു ലെസർ നാഷണലിസ്റ്റ് ആണ് എന്നൊരർത്ഥം അതിനില്ലല്ലോ. അപ്പോൾ അത് അങ്ങനെയുള്ള ചടങ്ങുകളിൽ മാത്രമേ അതിനെ ലീഗലൈസ്ഡ് ആയിട്ട്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സർക്കുലറിൽ ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് ഈ ഔദ്യോഗിക സ്ഥാനാരോഹണ ചടങ്ങുകളാണ് കേട്ടോ. ഇൻവെസ്റ്റിച്ചേഴ്സ് ആണ്. പിന്നെയാണ് പ്രസിഡന്റ് പങ്കെടുക്കുന്ന ചടങ്ങുകൾ, അതുപോലെ തന്നെ ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങുകൾ, ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങുകൾ. അല്ല, അതെല്ലാം ഈ പ്രോട്ടോകോൾ സംബന്ധിയായിട്ടുള്ള കാര്യമാണ്. അതായത് ഏത് പൊസിഷനിലുള്ള ആൾക്കാർക്കാണോ ഈ പ്രോട്ടോകോൾ അക്കോർഡ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ്. അല്ലാതെ ഇപ്പോൾ നമ്മുടെ ഒരു ഫ്ലാറ്റ് അസോസിയേഷൻ്റെയോ നമ്മുടെ ഒരു ഓഫീസിലോ വന്നിട്ട് നമ്മൾ ഇത് ഉയർത്തുന്ന സമയത്താണ് എന്ന രീതിയിലത്തേക്കല്ല ഞാനതിനെ കണ്ടിട്ടുള്ളത്. സിവിൽ ഇൻവെസ്റ്റിച്ചേഴ്സ് ആണ്. അതിപ്പോൾ സിവിൽ ഇൻവെസ്റ്റിച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഗവർണർ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു അത്തരത്തിലുള്ള ഒരു ചടങ്ങ്, അങ്ങനെയുള്ള ചടങ്ങുകളിലൊക്കെയാണ് എന്നാണ് അതിന്റെ നിയമത്തിൽ കണ്ടിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ഒരു പക്ഷേ ബില്ല് വരുമ്പോഴായിരിക്കും അതിന്റെ പൂർണ്ണ രൂപം. കാരണം ഈ 1971 നിയമത്തെ ഏത് രീതിയിലാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത്, അതിൽ സെക്ഷൻ 3 ഭേദഗതി വരുന്നത്. അതെന്തായാലും ബില്ല് ടേബിൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം. ഇന്ന് ടേബിൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ശ്രീ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.